ഇത് 2 ദിവസം മുൻപ് ഏകദേശം ഒരു 56 വയസ്സുള്ള ഒരാള് പബ്ലിക്കായിട്ട് വന്ന് ഹോസ്റ്റേജ് സ്ക്വയറിൽ വന്ന് ഇന്റർവ്യൂ ചെയ്തതിൽ പുള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങള് എന്താന്ന് വെച്ചെങ്കിൽ പുള്ളി പറയുന്നത് പുള്ളി 5 നിലയുള്ള ലെവൽ 5 ഒരു തുരങ്കത്തിലാണ്, ഒരു ടണലിലാണ് പുള്ളി സ്റ്റേ ചെയ്തിരുന്നത്. അത് അണ്ടർഗ്രൗണ്ടിലാണ്, ലെവൽ 5-ലാണ്. ആ സെയിം സ്ഥലത്ത് തന്നെയാണ് അതിന്റെ ഇസ്രായേൽ ഇതിനു മുമ്പ് കണ്ടുപിടിച്ചിട്ടുള്ള റൂട്ട് മാപ്പ് എല്ലാം പുറത്തുവിട്ടതാണ്. ഈജിപ്ഷ്യൻ ഹോസ്പിറ്റലിന്റെ അടുത്തോട്ടുള്ള എൻട്രൻസിനടുത്തുള്ള ആ ഒരു ഭീകരമായ 1.5 കിലോമീറ്റർ ദൂരമാണ് ആ ഒരു ടണല്. അവിടെ ആയിരുന്നു ഈ ആള്, ഒമേർ എന്നാണ് പേര് പുള്ളിയുടെ, ആ പുള്ളി താമസിച്ചിരുന്നത്. ആ പുള്ളി പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാവർക്കും ഹമാസ് ഭീകരർക്ക് നല്ല രീതിയിൽ ഫുഡും എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു. അവരുടെ മേശപ്പുറത്ത് നിന്ന് വീഴുന്ന, നമ്മൾ ബൈബിളിൽ പറയുന്ന പോലെ മേശപ്പുറത്ത് നിന്ന് വീഴുന്ന അപ്പക്കഷ്ണം കൊണ്ടാണ്, അതും ചവിട്ടി മെതിച്ചിട്ടായിരുന്നു ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അവരെല്ലാവർക്കും നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പാകത്തിന് നന്നായിട്ട് ലെവൽ 5 വരെ, -5 വരെ അവര് അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എല്ലാ ഫെസിലിറ്റിയോടും കൂടിയിട്ട്. അവിടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇവരെ പലപ്പോഴും ഇങ്ങനെ ഒരു മൂലയ്ക്ക് കൊണ്ടേ കുനിച്ചു നിർത്തി അവിടെ മണിക്കൂറോളം അങ്ങനെ തന്നെ നിർത്തുകയും, പിന്നെ ഇവർക്കടെ മെയിൻ ആയിട്ട് ഇവരുടെ വീട്ടുപണികൾ ചെയ്യിപ്പിക്കുകയും, പിന്നെ അതിന്റെ സൈഡിലോട്ട് വേറെ ഇത് തുരങ്കം ഉണ്ടാക്കാനുള്ള ആ പണികള് ഇവരെ 10 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് പണിയിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഒമേർ എന്ന് പറഞ്ഞൊരു പുള്ളി 3 ദിവസം മുൻപ് ഹോസ്റ്റേജ് സ്ക്വയറിൽ പബ്ലിക്കായിട്ട് വന്നിട്ട് കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേരം അവർക്ക് ഉറങ്ങാൻ വെറും 2 മണിക്കൂർ 2.5 മണിക്കൂർ സമയം കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം എപ്പോഴും ആളുകൾ അവിടെ സഞ്ചാരം ഉണ്ടായിരുന്നു, അപ്പ് ആൻഡ് ഡൗൺ എലിവേറ്റർ വഴിയും സ്റ്റെപ്പ് വഴിയും പോകുന്നുണ്ടായിരുന്നു. പോകുന്നവരെല്ലാവരും ഇവരെ ബീറ്റ് ചെയ്യുകയും ഇവരെ അടിക്കുകയും അങ്ങനെയെല്ലാം ചെയ്ത് കിടന്നുറങ്ങുകയാണെങ്കിലും ആ ഒരു ദുരനുഭവത്തിലാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. അവരെല്ലാവരും ഹമാസ് ഭീകരർ തന്നെയായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മുഖംമൂടി ധരിച്ച് ഭീകരർ തന്നെയായിരുന്നു. അവര് മാത്രം, പുറത്തുനിന്ന് എല്ലാം പുരുഷന്മാരായിരുന്നു. അവർ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പുരുഷന്മാരായിരുന്നു. ഒരാളും കുട്ടികളോ സ്ത്രീകളോ ആരും ഉണ്ടായിരുന്നില്ല ആ ടണലില്. ഹമാസ് ഭീകരർ തന്നെയാ എന്നാണെന്നാണ് അയാൾ വിശദീകരിച്ചത്.